നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. KSRTC പ്രിയദർശിനി സൗജന്യ യാത്ര മുഖ്യമന്ത്രി VD സതീശൻ പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഫ്ളാഗ് ഓഫ് കർമ്മം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര അമ്മ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കാരുണ്യ സ്പർശവും മംഗല്യനിധിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ കൌൺസിലർ ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. RSS പരിപാടിയിൽ VC-മാർ പങ്കെടുത്തത് ഗുണകരമായ കാര്യമല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിശദമായ വാർത്തകളിലേക്ക്. KSRTC പ്രിയദർശിനി സൗജന്യ യാത്ര മുഖ്യമന്ത്രി VD സതീശൻ പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമുള്ള സൗജന്യ യാത്ര രാവിലെ 8:00 തിരുവനന്തപുരം തമ്പാനൂർ KSRTC കോംപ്ലക്സിൽ മുഖ്യമന്ത്രി VD സതീശൻ പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വനിതകൾക്കൊപ്പം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആദ്യ യാത്ര നടത്തി. KSRTCയിൽ PSC വഴി നിയമിച്ച ആദ്യ വനിതാ ഡ്രൈവറായ VP ഷീലയാണ് ഉദ്ഘാടന ബസ് യാത്രയുടെ ഡ്രൈവർ. അതേസമയം പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടിയിൽ CPM ബഹിഷ്കരിച്ചു. സർക്കാർ അധികാരത്തിൽ എത്തിയിട്ട് ഒരു മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൗജന്യ യാത്രയുടെ 1-ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. ഞാൻ പറയുന്നു, ഈ പദ്ധതി ഈ സംസ്ഥാനത്തെ സർക്കാരിന് കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണും. സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സമൂഹം പഠിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി നമ്മുടെ അമ്മമാരെ, സഹോദരിമാരെ അവരെ കാണണം. ആ ആദരവാണ് ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച് നടപ്പാക്കുന്ന ആദ്യത്തെ പദ്ധതി. കേരളത്തിലെ സ്ത്രീകളോടുള്ള നമ്മുടെ എല്ലാവരുടെയും കേരളത്തിലെ ജനങ്ങളുടെ ആദരവായി കണക്കാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സന്തോഷം കൂടി, ആദ്യം ഈ ബസ് യാത്ര ചെയ്യുമ്പോൾ ഇതിലെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളാണ്. മാത്രമല്ല, ഗതാഗത വകുപ്പിൽ ഒരു വനിതയാണ് സെക്രട്ടറി. ചുമതലയേറ്റ ഒരു വനിതാ സെക്രട്ടറി ആദ്യം ഉത്തരവിടുന്നതിനാണ്. നിറഞ്ഞ അഭിമാനത്തോടുകൂടി, നിറയുന്ന കണ്ണുകളോടുകൂടി ഞാൻ ഈ പ്രിയദർശിനി പദ്ധതി കേരളത്തിലെ സ്ത്രീകൾക്കായി സമർപ്പിക്കും. തൃശൂർ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഫ്ളാഗ് ഓഫ് കർമ്മം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമുള്ള സൗജന്യ യാത്ര ഇന്നു മുതൽ ആരംഭിച്ചു. തുടർന്ന് വനിതകൾക്കൊപ്പം ആഭ്യന്തരമന്ത്രിയും യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OG ജിനീഷും MLA രാജൻ ജെ പല്ലനും യാത്ര ചെയ്തു. അടിക്കടി വില കൂടുന്ന കാലമാണ്. സ്പെയർ പാർട്ടുകളുടെ വില കൂടുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ KSRTCയുടെ മാസത്തോടുള്ള ശമ്പളം കൊടുക്കണം, പെൻഷൻ കൊടുക്കണം, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ മേഖല സ്ഥാപനം നേരിടുന്നു. അങ്ങനെ വരുമ്പോൾ KSRTCയെ രക്ഷിക്കാൻ തുടങ്ങുന്ന വരുമാന വർധനവ് ഒരു ഭാഗത്ത് നടക്കും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അവകാശമുണ്ട്. സമൂഹത്തിൽ യാത്ര ചെയ്യാൻ അതൊക്കെ മാറി വിദ്യാഭ്യാസം ചെയ്ത് തൊഴിൽ ചെയ്ത് ഓരോ കുടുംബത്തെയും നിലനിർത്തുന്നത് ഇന്ന് കാര്യത്തിൽ വലിയ സ്ത്രീകളുണ്ട്. അപ്പോൾ സ്ത്രീകൾ സൗജന്യമായി യാത്ര ചെയ്താൽ അതിൻ്റെ ഗുണമുണ്ടാകും, ഒരു സംശയവും വേണ്ട. അത് അടുത്ത ഘട്ടം മറ്റു ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കും. അതിനെപ്പറ്റി
KSRTCയിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിൽ മണ്ണുത്തിയിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് മണ്ണുത്തി സെന്ററിൽ സ്വീകരണവും മധുരപലഹാര വിതരണവും നടത്തി. കുരുത്തോലത്തോരണവും പൂമാലയും വാഴത്തൈകളും കൊണ്ട് ബസ് അലങ്കരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം പ്രസിഡന്റ് MU മുത്തു ഉദ്ഘാടനം നിർവഹിച്ചു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സഫിയ നിഷാന്ത് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് നേതാക്കളായ ലിസി ജോൺസൺ, ഫിലോമിന ജോസ്, ആനി ജോർജ്, റംല KH, ഓമന ജോസ്, ജോണി അരിമ്പൂർ, രവീന്ദ്രൻ കരുമത്തിൽ, VV ജോബി, KA മുസ്തഫ, RA ബാവ, കരീം ഖാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാടക്കത്തറ പഞ്ചായത്തിലൂടെ സർവീസ് നടത്തുന്ന ഏക KSRTC ബസിന് മാടക്കത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VS പ്രദീപ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങ് INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ മല്ലിയത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ KS സുധീർ, TS മനോജ് കുമാർ, NS നൌഷാദ്, ലിൻഡോ, സുകുമാരൻ മാസ്റ്റർ ആലപ്പാടൻ, ജോഷി ചെറുമടം, സന്തോഷ് TV തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്ത്രീകളുടെ സൗജന്യ യാത്ര KSRTC ബസിന് സ്വീകരണവും മധുരപലഹാരങ്ങളും വിതരണം ചെയ്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി. വടക്കാഞ്ചേരി ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി KSRTC ബസുകളിൽ സൗജന്യ യാത്ര അനുവദിച്ച UDF സർക്കാരിനെ അഭിവാദ്യമർപ്പിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ടൗണിൽ KSRTC ബസിന് സ്വീകരണവും മധുരപലഹാര വിതരണവും നടത്തി. യൂത്ത് കോൺഗ്രസ് മുൻ അഖിലേന്ത്യാ സെക്രട്ടറിയും നഗരസഭാ പാർലമെന്ററി ലീഡറുമായ PN വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TP ഗിരീശൻ, വൈസ് പ്രസിഡന്റ് KA മഹേഷ്, സേവ്യർ മേസൺ, സിദ്ദിഖ് സുലൈമാൻ, വിശ്വനാഥൻ, കൃഷ്ണകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. KSRTCയുടെ സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനിയുടെ പുത്തൂർ മണ്ഡലം തല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. മരോട്ടിച്ചാൽ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. UDF ഒല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ ജോണി ചുയത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TK ശ്രീനിവാസൻ, പ്രിൻസി സതീഷ്, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റെജി, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK തിലകൻ, പുത്തൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയങ്ക സനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം ജോസി ബേബി, ഷെർലി ഫ്രാൻസിസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റെജിൻ ജോർജ്, ശോഭ ചന്ദ്രൻ, ആരുഷ് TA, റെജി ജോർജ്, വിനീഷ് പ്ലാശ്ശേരി, പൗലോസ് ചെരടായി, ഷാൻസ് പൗലോസ്, റഷീദ് VS തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തിയതിൽ സന്തോഷം പങ്കിട്ട് മധുരപലഹാര വിതരണവും ബസിന്റെ ഡ്രൈവറെയും കണ്ടക്ടറെയും പൊന്നാടി അണിയിച്ച് സ്വീകരണവും ഉണ്ടായിരുന്നു. ബസിന്റെ ആദ്യ യാത്രയിൽ നിരവധി സ്ത്രീകളാണ് പങ്കാളികളായത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജനപ്രതിനിധികളെ, UDFന്റെ പ്രവർത്തകരെ, നമ്മുടെ ഹരിതകർമ്മസേന ആൾക്കാരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഇന്ദിരാ ഗ്യാരണ്ടി ഏറ്റവും സന്തോഷത്തോടെ, അതിലേറെ അഭിമാനത്തോടെ നമ്മളിന്നിവിടെ നടപ്പിലാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ഓരോ സർക്കാരുകളും നിരവധിയായ പ്രകടന പത്രികകൾ നടപ്പിലാക്കിക്കൊണ്ട് വരുന്നുണ്ട്. എന്നിരുന്നാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ സർക്കാർ, അല്ലെങ്കിൽ നമ്മുടെ UDFന്റെ സർക്കാരിൻ്റെ ആദ്യത്തെ പ്രകടന പത്രികയിലുള്ള ആദ്യത്തെ ഈ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ നമ്മുടെ പ്രിയദർശിനി ബസ് എല്ലാവർക്കും സൗജന്യമായിട്ട്, സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു മാസത്തിനുള്ളിൽ നടപ്പിലാക്കി ഈ പദ്ധതിക്ക് എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ സർക്കാരിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഈ പദ്ധതി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിനായിട്ട് KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കിയ UDF സർക്കാരിനെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് നടത്തറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും മധുരപലഹാര വിതരണവും നടത്തി. നടത്തറ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി മഹിളാ കോൺഗ്രസ് ജില്ലാ ട്രഷറർ ജിന്നി ജോയ് ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറി ML ബേബി, പാണച്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ, മണ്ഡലം പ്രസിഡന്റ് ES അനിരുദ്ധൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. TS ബിജു, ജിത്ത് ചാക്കോ, ജോയ്സൺ അച്ചാണ്ടി, ബിന്ദു കാട്ടുങ്കൽ, ഷെർലി മോഹൻ, മിനി വിനോദ്, ഗിരിജ, മധു പൊതുവാൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. KSRTCയിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ യാത്ര സമ്മാനിക്കുന്ന പ്രിയദർശിനി ബസ് യാത്രയ്ക്ക് പട്ടിക്കാട് സെന്ററിൽ സ്വീകരണം.
പാണഞ്ചേരി മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം സംഘടിപ്പിച്ചത്. മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് അഡ്വൈസറി കമ്മിറ്റി അംഗം ലീലാമ്മ തോമസ് KSRTC ഡ്രൈവർക്കും കണ്ടക്ടർക്കും മധുരം നൽകി സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫസീല നിഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി നിജോ തുടങ്ങിയവർ ചേർന്ന് ഡ്രൈവർക്കും കണ്ടക്ടർക്കും പൂച്ചെണ്ട് നൽകി. ഭരണത്തിലേറി ചുരുങ്ങിയ കാലം കൊണ്ട് വാഗ്ദാനം ചെയ്ത പദ്ധതികൾ ഓരോന്നായി നടപ്പിലാക്കുന്ന UDF സർക്കാരിനും മുഖ്യമന്ത്രിക്കും മഹിളാ കോൺഗ്രസിന്റെ നന്ദി രേഖപ്പെടുത്തുന്നതായും സൗജന്യയാത്ര എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സും പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ലീലാമ്മ ടീച്ചർ പറഞ്ഞു. പട്ടിക്കാട് സെന്ററിൽ നടന്ന പരിപാടിയിൽ DCC എക്സിക്യൂട്ടീവ് അംഗം KC അഭിലാഷ് മുഖ്യ അതിഥിയായിരുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചൻ, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മീനു ടീച്ചർ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ ജോളി ജോർജ്, ബാബു തോമസ്, ഷൈജു കുര്യൻ, ഷിജോ P ചാക്കോ, KP എൽദോസ്, KM പൗലൂസ്, ബാബു പാണംകുടിയിൽ, കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും പ്രമുഖ നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കൊടുത്തോ ശരി, പൊക്കോ ഇന്ന് കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസം തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ട ഒരു സുന്ദര സുദിനമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക്, പാവപ്പെട്ട സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് തുച്ഛമായ ജോലി ചെയ്യാൻ പോകുന്ന സ്ത്രീകൾക്കും സാധാരണ സ്ത്രീകൾക്കൊക്കെ ആശ്വാസപ്രദമായ ഒരു വലിയ പദ്ധതി ഇവിടെ നടപ്പിലാക്കുകയാണ്. അത് ഇന്ന് 9 മണി മുതൽ നടപ്പിലാകുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഈ ഗവൺമെന്റ്, നമ്മുടെ UDF ഗവൺമെന്റ് അന്ന് ഇലക്ഷൻ കാലത്ത് പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിവേഗം ബഹുദൂരം ഉമ്മൻചാണ്ടിയുടെ മുദ്രാവാക്യം പോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറിൽ വിഭാഗത്തിൽപ്പെട്ടവർക്കും സൗജന്യ യാത്ര പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പ്രിയദർശിനി എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഈ പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് തമ്പാനൂർ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിലെ ജനപ്രിയ നായകൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ, നമ്മുടെ ഭാഗ്യ നക്ഷത്രമായ ശ്രീ VD സതീശൻ, നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അത് ഇന്ന് 9 മണിക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിനോടനുബന്ധിച്ച് തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും, എല്ലാ ബ്ലോക്കുകളിലും, എല്ലാ മണ്ഡലങ്ങളിലും, പഞ്ചായത്തുകളിലും, കോർപ്പറേഷനുകളിലും, മുനിസിപ്പാലിറ്റികളിലും ഇന്ന് അതിൻ്റെ അലയടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. മധുരപലഹാരം വിളംബരം ചെയ്യുന്നു. ആ മധുരത്തിൻ്റെ, ആ സന്തോഷത്തിൻ്റെ, ആ തേൻ ഒഴുക്ക് നമ്മുടെ പാണഞ്ചേരി മണ്ഡലത്തിലും ഇവിടെ എത്തിയിരിക്കുകയാണ്. മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര നടപ്പിലാക്കണമെന്ന് BJP. സംസ്ഥാനത്തെ മുഴുവൻ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കാലത്ത് UDF നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കാതെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. സൗജന്യ യാത്രാ പദ്ധതി ആരംഭിച്ച ആദ്യ ദിനം തന്നെ സർക്കാരിന്റെ വീഴ്ചകൾ വ്യക്തമായതായി അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ സർവീസ് നടത്തിയിരുന്ന നിരവധി ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റിയതിലൂടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നിഷേധിക്കുന്ന സാഹചര്യമാണുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സൗജന്യ യാത്രയ്ക്ക് അർഹതയുള്ള ബസ്സുകൾ ലഭിക്കാതെ യാത്രക്കാർ മണിക്കൂറുകളോളം കാത്തുനിൽക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന സാഹചര്യം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ശീതൾ രാജ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KR ഹരി, സുജയ് സേനൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ
സുധീഷ് മേനോത്തുപറമ്പിൽ, പൂർണിമ സുരേഷ്, സൗമ്യ സലേഷ്, മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനി അനിൽകുമാർ, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, ജില്ലാ സെക്രട്ടറിമാരായ ജാൻസി, നിജി കെ ജി, സബീഷ് മരതയൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കൌൺസിലർമാരായ രഘുനാഥ് സി മേനോൻ, വിൻഷി അരുൺ, പത്മിനി ഷാജി, മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്ത്, മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി സീന ശശി, ഉദയ വേണുഗോപാൽ, ജ്യോതി ലക്ഷ്മി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. വ്യാപകമായി എല്ലാ KSRTC ഡിപ്പോകൾക്ക് മുന്നിലും ഇതുപോലുള്ള ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ നടക്കുകയാണ്. ഇന്നത്തെ ദിവസം സത്യത്തിലൊരു വഞ്ചനയുടെ ദിവസമാണ്. ഈ ദിവസത്തെ നമ്മൾ വഞ്ചനാ ദിനം എന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് നേടിയ വലിയ വിജയത്തിന് കാരണമായത് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ കോൺഗ്രസ് ഇന്നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയ KSRTC ബസ്സിൽ തീർത്തും സൗജന്യമായിട്ടുള്ള യാത്ര എന്നതിന് പേരിലാണ്. കൃത്യമായി മാനിഫെസ്റ്റോ തയ്യാറാക്കി അതിന്റെ പ്രകാശനം നടത്തി, പത്രസമ്മേളനം നടത്തി, പൊതുയോഗങ്ങൾ നടത്തി, വീട് വീടാന്തരം കയറി ലഘുലേഖകൾ കൊടുത്തുകൊണ്ടാണ് ഈ വാഗ്ദാനം കോൺഗ്രസ് നേതാക്കന്മാർ ജനങ്ങളിലേക്ക് എത്തിച്ചത്. ആ സമയത്തൊന്നും തന്നെ ഞങ്ങൾ നൽകുന്നത് സൗജന്യ യാത്ര ഓർഡിനറി ബസ്സിലാണെന്ന് VD സതീശൻ മുതൽ കോൺഗ്രസിന്റെ ഒരു സാധാരണ പ്രവർത്തകൻ വരെ ഒരു മനുഷ്യ കുട്ടിയോടും പറഞ്ഞിട്ടില്ല. കാസർഗോഡുകാരൊക്കെയാണെങ്കിൽ ഗുരുവായൂരപ്പനെ കാണുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം പുണ്യമാറയുണ്ടോ? കോൺഗ്രസ് അധികാരത്തിൽ വന്ന എല്ലാ ആഴ്ചയും തിരുവനന്തപുരത്തുകാർക്കും കാസർഗോഡുകാർക്കും കണ്ണൂരുകാർക്കും സൗജന്യമായി KSRTCയിൽ വന്ന് ഗുരുവായൂരപ്പനെ തൊഴുതു പോകാം. പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ച് മൂന്നാർ ഒന്ന് കാണുക, വാഗമൺ ഒന്ന് കാണുക എന്ന് പറഞ്ഞാൽ അതൊരു സ്വപ്നം മാത്രമാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്താ സുഖല്ലേ? അവിടേക്കുള്ള KSRTC ബസ്സുകളിൽ കുടുംബസമേതം ശനിയാഴ്ച അങ്ങോട്ട് കയറാം, എന്നിട്ട് ഞായറാഴ്ച വൈകിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരാ. എന്റെ സതീശ, പ്രിയപ്പെട്ട കോൺഗ്രസുകാരാ, നാണമില്ലാത്തവരെ നിങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഏത് KSRTC ബസ്സിലാണ് നിങ്ങൾ പറഞ്ഞ ഈ തീർത്ഥാടനം നടത്താൻ സാധിക്കുക? നിങ്ങൾ ഇപ്പൊ കൊടുത്ത ഈ സൗജന്യം വെച്ച് ഏത് KSRTC ബസ്സിലാണ് ആറ്റുകാല് പോകാൻ സാധിക്കുക? ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വീണ്ടും വാർത്തയിലേക്ക്.
ഒല്ലുക്കര അമ്മ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കാരുണ്യ സ്പർശവും മംഗല്യനിധിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ കൌൺസിലർ ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങിൽ അമ്മ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് കുമാരി അമ്മ അധ്യക്ഷം വഹിച്ചു. ചടങ്ങിൽ കരീം പന്നിത്തടം ഭക്ഷ്യക്കിറ്റ് വിതരണവും KR ഗിരിജൻ പഠനോപകരണ വിതരണവും നൽകുകയും ചെയ്തു. ഇത് പറയാനുള്ള കാരണം എന്താ, നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക അല്ലേ? ഒരുമിച്ചാണോ ഭക്ഷണം കഴിക്കുന്നത്? ഒക്കെ ഒറ്റപ്പെട്ടു ഒന്നും ഒരുമിച്ചിട്ടല്ല, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. അതിലൊരു എനർജി നമ്മൾക്കുണ്ടാവും. അതുപോലെ ഒരുമിച്ച് മുന്നേറുക, ഒരുമിച്ച് എന്ന് പറയാൻ കാരണം ഈ അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അത് ഒരുമിച്ചൊന്ന് മുന്നേറിയിരിക്കുക, അതിന് വിഭാഗീയത ഇല്ലാതെ ഈ സംഘടനക്ക് എവിടെ എത്തി നോക്കിയാൽ മതി. അപ്പൊ അതിലൊരു ഭിന്നിപ്പുണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത്. നമ്മൾ ഒരുമിച്ച് മുന്നേറണം. പിന്നെന്താ പറഞ്ഞു ഞാൻ, നമ്മൾ പറയുന്ന ഓരോ വചനങ്ങളും തേജസ്സിട്ടുള്ളതായിരിക്കണം, നല്ല വാക്കുകളായിരിക്കണം. ഒരു മനുഷ്യനെ മോശമായിട്ട് പറയാൻ നമ്മൾ പാടില്ല. ഇപ്പൊ നിങ്ങളൊരു അടുത്ത ഒരു അയൽവാസിനെ മോശമായിട്ട് പറയണമെങ്കിൽ നിങ്ങളുണ്ടാക്കിയ സന്ദർഭങ്ങളൊക്കെ അയൽവാസിക്ക് പോകും. അതാണ് ഇതിന്റെ സിസ്റ്റം. ഇപ്പൊ ഞാൻ ഗിരിജേട്ടനെ കുറിച്ചിട്ട് വളരെ മോശമായി. RSS പരിപാടിയിൽ VC-മാർ പങ്കെടുത്തത് ഗുണകരമായ കാര്യമല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കുവാനുള്ള ഒരു നീക്കവും അംഗീകരിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അത് കേരളത്തിലുള്ള VC-മാർ ഈ ഒരു സർവകലാശാലകളിൽ ഇത്തരം കാവ്യവൽക്കരണത്തിനുള്ള കാര്യങ്ങൾ നടക്കുന്നുവെന്ന് ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിരുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു നടപടിയാണ് അങ്ങനെയാണ്. അത് ഒരു വിദ്യാഭ്യാസ പരിപാടിയിലൊന്നും അല്ലല്ലോ അവർ പങ്കെടുത്തത്. RSSന്റെ പരിപാടിയിൽ VC-മാർ പങ്കെടുക്കുന്നത് ഗുണകരമായ ഒന്നല്ല, അതിൻ്റെ ആവശ്യമില്ല. അത്തരം പരിപാടികളിൽ നമ്മൾ വിട്ടു നിൽക്കേണ്ടതായിരുന്നു. വൈസ് ചാൻസലർമാരെന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രാഗൽഭ്യം തികഞ്ഞ ആളുകളാണല്ലോ അവർ. ഇതാണല്ലോ നമ്മുടെ കണക്കൂട്ടൽ. അവരത്തരം പരിപാടികളിൽ പോകുന്നത് ഒരിക്കലും ശരിയല്ല. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കത്തോടും ഗവൺമെന്റ് അംഗീകരിക്കുന്നു. കോൺഗ്രസിന്റെ പഴയ കേന്ദ്ര സർക്കാർ ഈ RSSന്റെ പരിപാടിയിൽ പോകുന്നത് വിലക്കിയിരുന്നു. ഈ സംസ്ഥാന സർക്കാർ വിലക്ക് ഏർപ്പെടുത്തു RSSന്റെ പരിപാടിയിൽ പോകുന്നത് അല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങനെ പോകുന്നതിനുള്ള അതൃപ്തി പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി മുഖ്യമന്ത്രി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം പരിപാടികളിൽ VC-മാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സന്ദർശിച്ചത് 3 ലക്ഷം പേർ. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഡിസൈനർ പാർക്കായ തൃശൂർ ജില്ലയിലെ പുത്തൂരിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്കിൽ മെയ് 31 വരെ സന്ദർശിച്ചത് 2,58,000 പേർ. 135 സ്കൂളുകളിൽ നിന്നും കുട്ടികൾ എത്തിയിട്ടുണ്ട്. മുതിർന്ന പൗരന്മാരായി 1,78,000 പേരും കുട്ടികളായി 48,000 പേരും ശാരീരിക വിഷയമുള്ള 136 പേരും പാർക്ക് സന്ദർശിച്ചതായി അധികൃതർ അറിയിച്ചു. ഫെബ്രുവരി 28-നാണ് പാർക്ക് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. കേരളം കുറെ കാലമായി രാസലഹരിയുടെ പിടിയിലാണെന്നും യുവതലമുറയെ ലഹരി പദാർത്ഥത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനു വേണ്ടി നടത്തിയ പുതിയൊരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ നാർക്കോട്ടിക് എന്ന പദ്ധതിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭാവി തലമുറയെ രക്ഷിക്കുവാനുള്ള പദ്ധതിയിൽ പോലീസും എക്സൈസ് ജനങ്ങളും ഉൾപ്പെടെ ഇതിന്റെ പങ്കാളികളാകണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ജില്ലയിൽ വാക്കത്തോൺ നടത്തുകയും ആയിരക്കണക്കിന് ആളുകളാണ് ഇതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നത്. ബോധവൽക്കരണത്തോടുകൂടിയും ശക്തമായ നിയമ നടപടിയും എടുത്തുകൊണ്ട് ലഹരി വിരുദ്ധ തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിനകത്ത് കക്ഷി രാഷ്ട്രീയമില്ല. ഭാവി തലമുറയെ രക്ഷിക്കാനുള്ള ഈ ഒരു വലിയ ദൗത്യത്തിൽ എല്ലാവരും പങ്കാളികളാകണം. ഞാൻ മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കറിയാം 14 ജില്ലകളിലും ഈ ഒരു വാക്കത്തോൺ സംഘടിപ്പിക്കുകയുണ്ടായി. തൃശ്ശൂരിലും വാക്കത്തോൺ ഉണ്ടായിരുന്നു. അന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ പങ്കെടുത്തു. അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ്, ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരും കാത്തിരിക്കുന്ന കുട്ടികളെ കാത്തിരിക്കുന്ന അമ്മമാരുടെ ധാരാളം അഭ്യർത്ഥനകൾ എനിക്ക് വ്യക്തിപരമായി ലഭിച്ചിട്ടുണ്ട്, ഗവൺമെന്റ് ലഭിച്ചിട്ടുണ്ട്. അവരുടെ വേദനകളും പ്രയാസങ്ങളും കൂടി കണ്ടുകൊണ്ടാണ് ഭാവി തലമുറയെ ഇതിൽ നിന്ന് മോചിപ്പിക്കാനൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് 2 ആസ്പെക്റ്റാണ്. 1 ബോധവൽക്കരണം, 2
ശക്തമായ നിയമ നടപടികൾ ഇത് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങൾ ആഭ്യന്തര വകുപ്പ് എടുത്തിരിക്കുന്ന ഓപ്പറേഷൻ തുഫാന്റെ 3 പ്രോഗ്രാംസാണ്. 1 ബോധവൽക്കരണം, 2 തുഫാൻ വാരിയേഴ്സ്, കേരളം മുഴുവൻ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളും സന്നദ്ധ സംഘടനകളെയും അതിൻ്റെ പ്രതിനിധികളെയും തുഫാൻ വോളണ്ടിയേഴ്സ് ആക്കി മാറ്റുന്നു. ജനങ്ങൾക്കെല്ലാം തുഫാൻ വോളണ്ടിയേഴ്സ് ആകാം. കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നിന്ന് വിരമിച്ച ക്ഷേത്ര ജീവനക്കാരുടെ കൂട്ടായ്മയായ ഉപാസനയുടെ 1ാം വാർഷികം തൃശൂരിൽ നടന്നു. തെക്കേമഠം ലക്ഷ്മി മഠത്തിൽ നടന്ന യോഗം അഡ്വക്കേറ്റ് രവി ചങ്കത്ത് ഉദ്ഘാടനം ചെയ്തു. ഉപാസന പ്രസിഡന്റ് കൂറ്റമ്പിള്ളി വിഷ്ണു നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ബോർഡിൽ നിന്ന് മികച്ച സേവനം പൂർത്തിയാക്കി പെൻഷൻ പറ്റിയ കലാകാരന്മാരെ യോഗത്തിൽ ആദരിച്ചു. ഡോക്ടർ വടക്കുംപാട്ട് നാരായണൻ ദീപോജ്വലനം നടത്തിയ ചടങ്ങിൽ മാള മോഹനൻ മുഖ്യാതിഥിയായിരുന്നു. തിരുവില്ലാമല ഹരിഗോവിന്ദന്റെ അഷ്ടപതിയോടെയാണ് യോഗം ആരംഭിച്ചത്. ഉപാസന സെക്രട്ടറി പാതൂർ മഠം രാമചന്ദ്രൻ, കുന്നം വിജയൻ, ഹരികൃഷ്ണൻ നമ്പീശൻ, വി ശ്രീനിവാസൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ CA കൃഷ്ണൻ രചിച്ച വൃത്താന്തവൃത്തം പുസ്തകം പ്രകാശനം മന്ത്രി രമേശ് ചെന്നിത്തല മുതിർന്ന മാധ്യമപ്രവർത്തകൻ S സേതുമാധവന് നൽകി നിർവഹിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു അധ്യക്ഷനായി. രാജൻ പല്ലൻ MLA, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, N ശ്രീകുമാർ, പ്രസ് ക്ലബ് സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ, TS നീലാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു. CA കൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. അടുത്ത 1 മിനിറ്റ് നേരം നമ്മുടെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക്. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി, കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. കൊമ്പുവാതക പ്രതിഭ മച്ചാട് കുട്ടപ്പൻ അനുസ്മരണവും അവാർഡ് ദാനവും തെക്കുംകര അനന്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് പത്മശ്രീ കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മച്ചാട് അപ്പുനായർ എൻവയോൺമെന്റ് കമ്മിറ്റി കൺവീനർ TM നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പുരസ്കാര ജേതാവിനെയും ആദരണീയരെയും കാലടി കൃഷ്ണയ്യർ പരിചയപ്പെടുത്തി. ആദരണീയവരെ പൊന്നാടിയണിയിക്കൽ മച്ചാട് മണികണ്ഠനും ഫലക സമർപ്പണം കിഴക്കൂട്ട് അനിയന്മാരാരും നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം K ചന്ദ്രശേഖർ, ദേവസ്വം ഓഫീസർ ഹരികൃഷ്ണൻ, മച്ചാട് മാമാങ്കം പുന്നമ്പറമ്പ് വിഭാഗം പ്രസിഡന്റ് K രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മച്ചാട് കുട്ടപ്പൻ എൻവയോൺമെന്റ് കമ്മിറ്റി ട്രഷറർ മച്ചാട് രാജേ.
തിമിരവാദനത്തിൽ വിസ്മയസിദ്ധിയും അപാര വൈദ്യ പരിചയപ്പെടുത്തുന്നത് ശ്രീ വെള്ളുത്തുരുത്തി ഉണ്ണിനായകയാണ്. ദേശീയ പാതയോരത്ത് പ്ലാസ്റ്റിക് ഷീറ്റുകൾ തള്ളി കരാർ കമ്പനി കൈയോടെ പിടികൂടി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ. മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ച പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കുതിരാൻ തുരങ്കമേഖലയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് തള്ളിയ ദേശീയപാത കരാർ കമ്പനിയുടെ വാഹനം കൈയോടെ പൊക്കി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ. ഇന്ന് രാവിലെയാണ് കരാർ കമ്പനി വാഹനത്തിൽ കുതിരാൻ പടിഞ്ഞാറെ തുരങ്കമുഖത്തെ ഒഴിഞ്ഞ ഭാഗത്ത് വലിയ തോതിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ടുതള്ളിയത്. ഇത് കണ്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ പഞ്ചായത്ത് ആരോഗ്യ പ്രവർത്തകരെ വിളിച്ചുവരുത്തി മാലിന്യം തിരിച്ചടിപ്പിക്കുകയും വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം പ്രദേശത്ത് വൻതോതിൽ അറവു മാലിന്യവും പ്ലാസ്റ്റിക് മാലിന്യവും തള്ളിയതിനെ തുടർന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അത് സംസ്കരിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ നിലനിൽക്കുകയാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് തള്ളിയിട്ടിട്ടുള്ളത്. പിഴ ഈടാക്കിയതിനു ശേഷം മാത്രമേ വാഹനം വിട്ടു നൽകുകയുള്ളൂ എന്ന് സെക്രട്ടറി ഡോക്ടർ TN ബിന്ദു പറഞ്ഞു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ഒരു തരത്തിലുമുള്ള മാലിന്യങ്ങൾ അലക്ഷ്യമായി തള്ളുവാൻ പാടില്ല എന്നും അങ്ങനെ ചെയ്താൽ കനത്ത പിഴ ഈടാക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ TN ബിന്ദു പറഞ്ഞു. മണ്ണുത്തി വാരിയം ലൈനിൽ വള്ളൂക്കാരൻ സൈമൺ നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച കാലത്ത് 9 മണിക്ക് മണ്ണുത്തി സെന്റ് ആനൻസ് ദേവാലയത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSRTC പ്രിയദർശിനി സൗജന്യ യാത്ര. മുഖ്യമന്ത്രി VD സതീശൻ പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഫ്ളാഗ് ഓഫ് കർമ്മം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര അമ്മ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കാരുണ്യ സ്പർശവും മംഗല്യനിധിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ കൌൺസിലർ ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. RSS പരിപാടിയിൽ VC-മാർ പങ്കെടുത്തത് ഗുണകരമായ കാര്യമല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.